ഇത് കടിഞ്ഞിയിൽ ക്രോസ് ചെയ്തൊരു മോയക്കുട്ടിയാണ്. മോയക്കുട്ടി അല്ലേ? കടിഞ്ഞിൽ ക്രോസ് നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ്. കടിഞ്ഞിൽ ക്രോസ് ചെന്നൈ നിൽക്കാട്ടത്. ഇതൊരു പാണ്ടൻ ഒരു ക്രോസ് ബ്രീഡ് ഹൈദരാബാദ്. ഇത് 2 പെടക്കുട്ടികൾ കടിഞ്ഞിൽ ക്രോസ് ചെയ്യാനായ കുട്ടിയാണ്. ഇവള് നിറച്ചനായിട്ട് നിൽക്കുകയാണ്. 3ാമത്തെ ചെന. ഈ അടുത്ത മാസം ഇവള് പ്രസവിക്കും. വീട്ടിൽ ക്രോസ് ആണ്, ക്രോസിൽ വന്നാണ്. പക്ഷെ ഇവൾക്ക് ഞാൻ ഇവിടെ 2 ലിറ്റർ പാലം കറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കറന്നിക്കണം. അജാബ് നമ്മളെന്താ വെച്ചാല് ഇപ്പൊ 3 മാസം 4 മാസമായി തുടങ്ങി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. വരാന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ആളുകൾ ഓർഡർ നമുക്ക് ഒരുപാടുണ്ട്. അൽഹംദുലില്ലാ അതിന്റെ പേർക്ക് എന്താ വെച്ചാൽ നമ്മള് അവർക്കത് പെട്ടെന്ന് അവർക്ക് മാറ്റിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് ആടുകൾ വന്നിട്ടുണ്ട്, സ്റ്റോക്ക് കുട്ടികൾ. ഈ പേരന്റ് സ്റ്റോക്ക് കുട്ടികൾ ഏറ്റവും 1ാം നമ്പർ കൊടുക്കുന്നത് ഞാൻ കൊടുത്ത കുട്ടികളെ ഞാൻ തിരിച്ചെടുക്കലാണ്. ഞാൻ കൊടുത്ത കുട്ടികളെ ആടിന്റെ കുട്ടികളെ ഞാൻ തിരിച്ചെടുക്കും. അതിൽപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ നല്ല ആടിന്റെ കുട്ടികളെ എനിക്ക് പേരന്റ് സ്റ്റോക്കായി നിർത്താൻ വേണ്ടി ഞാൻ എടുക്കുന്ന ആളുകൾ. അതിന്റെ മക്കൾ എന്താ വെച്ചാൽ എനിക്ക് തന്നെ തിരിച്ചു വരാനുള്ളതാണ്. അപ്പൊ അതൊരു സൈക്ലിംഗ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അത് ഭയങ്കര നല്ല കർഷകർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പെറ്റു വളർന്ന ആടുകൾ 1ാം സ്ഥാനം അതിനാണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർ എല്ലാ ഭക്ഷണം കഴിക്കലും ഈ മഴ ആയാലും വെയിലായാലും ഒന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബും വാട്സപ്പും ഇത് കണ്ടൊന്നും ഇതിലേക്ക് ഇറങ്ങി ശരിക്കും ഇതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരണം എന്നുള്ളതാണ്. ഈ കച്ചവടക്കാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പാരവെപ്പും മറ്റുള്ള കാര്യങ്ങളുള്ളത്. കർഷകരുടെ ഇടയിലുണ്ട് ഏറ്റവും കൂടുതലുള്ളത് അതാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചറിയാം എല്ലാ കാര്യങ്ങളും. ഞങ്ങളിതാ വീട് വരെ ബോർഡ് വെച്ചിരിക്കുന്ന ഫാമാണ്. അഡ്രസ്സ് ഉണ്ട്, നമുക്ക് അഡ്രസ്സാണ്. നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പിൽ കൂടെ അവിടുന്ന് അതാണ് അങ്ങനത്തെ അല്ല, അഡ്രസ്സ് ഉണ്ട്. ആർക്കും എപ്പോഴും ഏത് നിമിഷം കൂടെ കടന്നു വരാം. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, വളർത്താൻ പറ്റിയ നല്ല ആടുകൾ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഞാൻ മെയിനായിട്ട് ഒറിജിനലിനെക്കാട്ടി ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ക്രോസ് ബ്രീഡാണ്. അതാകുമ്പോൾ ഒരു വിലയിലൊരു അവറേജ് ഉണ്ടാവും, പക്ഷേ സാധനം നന്നാവും. നമ്മളെ നാടിനോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന നമുക്ക് എന്താ വെച്ചാൽ ഇത് ആടുകൾ ചെറിയ വില കൊടുത്തിരിക്കും. ഇത് കൊടുക്കുമ്പോൾ ഒരു വില കിട്ടണം. ഈ ആട് വളർത്തൽ ശരിയാണ്, പ്രവാചകന്മാരും എല്ലാവരും വളർത്തുന്നതൊക്കെ ആട് തന്നെയാണ്, ഭയങ്കര വർക്കത്തുള്ള കാര്യമാണ്. പക്ഷെ അതിലുപരി ഇതിമെന്ന് നമുക്ക് എന്തെങ്കിലും ഇങ്കായിട്ട് കിട്ടണം മീൻസ് നമ്മളെ കുട്ടികളെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ. ഒരു കുറി കൂടുന്ന പോലെ ആടുകളിൽ ഏറ്റവും കൂടുതൽ ലാഭം തന്നെ മക്കളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ആ മക്കളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പൈസ നമുക്ക് കിട്ടും. ഒരു 3 മാസം വരെ തള്ളേൻ്റെ പാല് കുടിക്കും, ഒരു തീറ്റ വേണ്ട. പിന്നെ 3 മാസം കഴിഞ്ഞാൽ അവരപ്പോഴത്തിന് ഒരു വരെ മരുന്ന് കൊടുത്ത് അവർ ക്ലോസ് ചെയ്ത് അടുത്ത സെക്ഷനിൽ ഒരു കടന്ന് പിറ്റത്തെ സെക്ഷനിലേക്ക് ഇവർ കടന്ന് അങ്ങനെ സൈക്ലിംഗ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ മക്കളങ്ങനെ കൊടുക്കുമ്പോൾ അതിങ്ങനെ അറിയാത്തൊരു വരുമാനമായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ മക്കളെ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന മക്കൾക്ക് നമുക്ക് വില കിട്ടണം. എൻ്റെ ആടിനെ കൊടുത്തുന്ന ആ മക്കളെ ഞാൻ തന്നെ ഇങ്ങോട്ട് തിരിച്ചെടുക്കും ചെയ്യും. അങ്ങനെ തിരിച്ചെടുക്കും എൻ്റെ കുട്ടി. അത് എവിടുന്നൊക്കെ പാട് നമുക്ക് വരേണ്ടി കിട്ടാം. കാരണം അവർ നമുക്ക് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വിളിച്ചു ചോദിക്കും. ചിലർ തരുന്നില്ല, അത്രയും ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ടാവും. അത് നമ്മൾ മറ്റുള്ള കർഷകർക്ക് കൊടുക്കും. അവർക്കൊരു ഇതിന് വേണ്ടി അവർ പറയാണ്. കാരണം വെച്ചാൽ നമ്മളിത് തിരിച്ചെടുക്കുമെന്ന് പറയാണ്. കാരണം നമുക്ക് അഡ്രസ്സ് ഉണ്ട്. നമ്മളിത് 1 തുടങ്ങിയല്ലോ. ഒരുപാട് വർഷങ്ങളായി. വാപ്പാക്ക് 70 വയസ്സായി. വാപ്പാന്റെ 10 വയസ്സ് തുടങ്ങിയ കർഷകർ. ആ ഒരു പാരമ്പര്യം നമ്മൾ കൊണ്ടുനടക്കുന്നു പോലെ നമുക്കറിയാം. ഇതിന്റെ A to Z വരെ കാര്യങ്ങൾ നമുക്കറിയാം. ഇതിന്റെ പാരകൾ നമുക്കറിയാം. ഇതിന്റെ ശത്രുക്കൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ആരൊക്കെ നമ്മളൊക്കെ എതിരുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വരാമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രവാസികളോട് ഇപ്പോൾ ഗൾഫ് സാഹചര്യമൊക്കെ എല്ലാവരും ഇങ്ങനെ അതൊന്നും പറയുന്ന കാര്യമില്ല. ഗൾഫ് സാഹചര്യമൊക്കെ കുറേ മോശം തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്ക് എൻ്റെ പ്രവാസികളൊക്കെ പറയണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോബാണ് ഇതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണം, അതിന് പിന്തിരിയരുത്. അതിന് പിന്തിരിയാൻ പാടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വർക്ക് എടുക്കുക എന്നുള്ളതാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ അവരെ കാര്യം കട്ടപ്പോക്കെയാണ്. അവർ മറ്റു ചിലപ്പോൾ പെരേന്ന് സമ്മതം ഉണ്ടാവില്ല. ആട് വളർത്തലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സമ്മതം വരും. ഞാൻ നിങ്ങളെ സമ്മതമാക്കിയിട്ട് തരാം, ഞാൻ തയ്യാറായി കൊടുക്കും. അവരെങ്ങനെ വീട്ടുകാരെ സമ്മതിപ്പിക്കുക എനിക്ക് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മളിപ്പോൾ ഒരു ഫാം വീറ്റായി കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഒരുപാട് ഫാമുകൾ സെറ്റായി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ. ഇപ്പൊ നമുക്കിവിടെ എത്തിയിട്ടുള്ളത് വളർത്താൻ അനുയോജ്യമായിട്ടുള്ള മുട്ടനാടിന്റെ നല്ല ഭംഗിയുള്ള കുട്ടികളുണ്ട്. മുട്ടനാടുണ്ട്, ഹൈദരാബാദി ക്രോസുകളുണ്ട്, തള്ളാറുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നത്? അഡ്രസ് ഒന്ന് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ തിരൂരാണ്. ആലത്തിയൂരിന് തുപ്രംകോട് പഞ്ചായത്തിലാണ്. തുപ്രംകോട് പഞ്ചായത്തിൽ നമ്മൾ നിൽക്കുന്നത് തുപ്രംകോട് അമ്പലപ്പടി. അവിടെ എവിടെ ചോദിച്ചാലും ആരോട് ചോദിച്ചാലും. പിന്നെ അമ്പലപ്പടിക്ക് ബോർഡും ഉണ്ട്, വീട് വരെ ബോർഡുണ്ട്, അഡ്രസ്സാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്ക് ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ലക്ഷദ്വീപ് വരെ സാധനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു പ്രശ്നമുള്ള കാരണം മാത്രം തറാറിൽ നിൽക്കണം, അല്ലാതെ അവിടെ വരെ സാധനങ്ങൾ പോകുന്നുണ്ട്. എവിടേക്കും കുഴപ്പമില്ല. കേരളത്തിൽ എപ്പോഴും നമുക്ക് കേരളം, ബാംഗ്ലൂർ, തമിഴ്നാട്. ഇപ്പം ഇന്നലെ തമിഴ്നാട്ടിലേക്ക് സാധനങ്ങളുടെ ഓർഡർ ഉണ്ട്. പക്ഷേ അവർക്ക് മലബാറി
ഇതിൽപ്പെട്ട ആടുകളെ ഓരോ ആഗ്രഹം വെള്ള വൈറ്റ് ഓക്കെ തലശ്ശേരി ആട് എന്നറിയും നമ്മള്. ഓക്കെ അതാണ് നമുക്കിവിടെ കിട്ടാനില്ലാത്തത് കിട്ടാത്ത സാധനം തന്നെ അവർ കൊണ്ടുപോകും. പക്ഷെ അതിന് നല്ലത് സാധനം കിട്ടൂല. അതാണ് പ്രശ്നം. ഈ ക്രോസ് ബീർ ഇടപെട്ട് എന്തോ നമ്മുടെ മലബാർ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട് പോയി വാങ്ങണം. തമിഴ്നാട് പോയി വേണം സത്യം പറയാന്നുണ്ടെങ്കിൽ. അത് നല്ല സാധനങ്ങളുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ കിടക്കെ ഇടപെട്ട് ക്രോസ് ചെയ്ത് എന്താണ് ക്രോസ് ചെയ്ത് ആരാണ് ക്രോസ് ചെയ്ത് ഒന്നും അറിയില്ല. ഒരു 500 റുപ്യ ലാഭത്തിന് അല്ലെങ്കിൽ ക്രോസ് കൊടുക്കുന്ന പൈസന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള കുട്ടികളെ കൊണ്ട് ക്രോസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു വയസ്സ് കഴിഞ്ഞാൽ അത് ഒരാടും ക്രോസ് ചെയ്യരുത്. മുട്ടനെ സംബന്ധിച്ചിടത്തോളം മുട്ടനക്ക് 2 വയസ്സ് മിനിമം. ഒരു വയസ്സാണ്, ഒരു വയസ്സ് കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഈ 2 വയസ്സ് കഴിയുമ്പോൾ ആ കുട്ടിന്റെ ഒരു ക്വാളിറ്റി, അവന്റെ ഒരു ക്വാളിറ്റി ആ മക്കളിൽ വരും. ആരോഗ്യം ആ ഒരു പവറെല്ലാം വരും. ഓക്കെ ശരി. അപ്പൊ നല്ല ആടുകളെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും. ഓക്കെ ശരി ശരി കേട്ടോ.